രാത്രി ട്രെയിനിൽ വരുമ്പോഴേ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഒരു മിഡ് നൈറ്റ് ഒക്കെ എണീറ്റ് ഇങ്ങനെ നോക്കണം. ആഹാ, ഉള്ള ഉറക്കം അങ്ങോട്ട് പോകും. എല്ലാരും ഇങ്ങനെ വെള്ളം പതച്ച് കിടക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പക്ഷെ എനിക്ക് പേടിയാ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാലേ, കെട്ടും പെറുക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ തിരിച്ചു പോകും. അപ്പൊ ഇനിയിപ്പോ ഈ അടുത്തെങ്ങാൻ ലീവ് ചോദിച്ചു കഴിഞ്ഞാലേ ബാഗും പാക്ക് ചെയ്ത് വീട്ടിൽ പോകാന്നാണ് എന്നോട് പറഞ്ഞിട്ട്. ഇന്ന് എത്തിയിട്ടുള്ളൂ വിചാരിച്ചിട്ടേ ട്രാവൽ ചെയ്ത ക്ഷീണാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റൊന്നുമില്ല. നേരെ റൂമിലെത്തി പിന്നെ ചടപടേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വർക്കിന് പോയുള്ള പരിപാടി. ഞാൻ വരികയാണെങ്കിലേ തലേ ദിവസം വരെ എന്നെ വിളിച്ച് പറയാറുണ്ട് കേട്ടോ, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അപ്പൊ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കല്യാണത്തിന് പോകുന്നില്ലല്ലോ എന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടാവുക. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. നമ്മളിന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഒരു ഉച്ചയ്ക്കായപ്പോഴേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ചേച്ചി ഏട്ടനെയും കടയിൽ. നമ്മളാണെങ്കിൽ അവിടുത്തെ ബിരിയാണി ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത്. വീട്ടിൽ പോയപ്പോഴേ ഞാനുണ്ടാക്കി ബിരിയാണി കഴിച്ചെന്നല്ലാണ്ട് പുറത്തുനിന്ന് ബിരിയാണി കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു കൊതിയുണ്ട്. നമ്മളെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ചേച്ചി ഏട്ടനെ അന്ന് അങ്ങോട്ട് വന്ന് പോയതാണല്ലോ എന്ന് പറഞ്ഞു. നമ്മളെ മറന്നിട്ടൊന്നും ഇല്ല. അപ്പോൾ ദാ ഓർഡർ കൊടുത്ത് നമ്മുടെ ബിരിയാണി കഴിക്കിട്ടി. നമ്മളൊരു 12 മണിക്ക് അവിടെ എത്തിയോണ്ട് ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് നമ്മളെ പോലീസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് വെക്കാൻ. ഞാൻ അങ്ങനെ ബിരിയാണി ഒക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.